ഗൈസ് ഞാനിവിടെ നത്തിങ് ഫോൺ 3 ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് 2 ആഴ്ച ഇത് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ വാങ്ങിയോണ്ട് ഇതിന്റെ ബാക്ക് കവർ എവിടെയും കിട്ടാനില്ലായിരുന്നു. ഓഫ്ലൈനിൽ തീരെയില്ലായിരുന്നു. ഓൺലൈനിൽ തപ്പിയപ്പം ഇതിന്റെ മുന്നത്തെ ജനറേഷൻ അതായത് നത്തിങ് ഫോൺ 2A കവർ ആയിരുന്നു എല്ലായിടത്തും കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയോ പരിധി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ആദ്യം അൺബോക്സ് ചെയ്തിട്ട് ഇട്ട് നോക്കി കാര്യം പറയാം. ബാക്ക് കവർ എനിക്ക് ആമസോൺ നാട്ടോ കിട്ടിയത്. അപ്പം എന്താണ് ഏതോ ബ്രാൻഡാണ്, സാധാ ബ്രാൻഡ്. എനിക്ക് ആകെയുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തുന്ന ഭാഗമെങ്കിലും കട്ടൗട്ട് ഉണ്ടാവണമെന്നാണ്. അപ്പോഴേ മര്യാദയ്ക്ക് ലൈറ്റ് പുറത്ത് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ഔട്ട് കിടക്കും. അപ്പം എന്തോ ഭാഗത്തിന് അങ്ങനത്തെ കിട്ടി. ഇതിൽ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ കിട്ടി. ഇത് യെല്ലോ അടിക്കുന്ന കവറാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഒരു ബ്ലൂ ടിൻറ്റ് ഉണ്ട്. ഇട്ട് നോക്കാം. ഇട്ടു സെറ്റാട്ടോ. ഈവൻ ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലേ, കാണില്ല കണ്ടോ, സ്ക്രീൻ കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഇപ്പോൾ താഴെ വെച്ച് കഴിഞ്ഞാലും സ്ക്രീൻ വലിയ സ്ക്രാച്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, ഈ കവറിൽ ഈ ലൈറ്റിൻ്റെ കട്ടൗട്ട് അല്ലാണ്ട് ഇവിടെ ഒരു മൈക്രോഫോണിൻ്റെ കട്ടൗട്ടും ഫ്ലാഷിൻ്റെ കട്ടൗട്ടും ഉണ്ട്. ലൈറ്റ് കത്തിച്ച് കാണിച്ചാൽ ഇതുണ്ടോ. ഈ പരിപാടി മറ്റേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം സ്പ്രെഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് കട്ടൗട്ട് ഉള്ളത് തന്നെ വേണം, വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2 ആഴ്ച കവർ ഇല്ലാതെ ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ പ്രീ അപ്ലൈഡ് ആയിട്ട് സ്ക്രീൻ ഗാർഡ് കിട്ടിയിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഗ്ലാസിൻ്റെ ഒന്നുമല്ല, പ്ലാസ്റ്റിക്, പക്ഷേ ഇതിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ആയിരുന്നു. മറ്റേ റിഫ്ലക്ഷൻ അടിക്കുന്ന തന്നെ പുറത്തെടുത്ത് കണ്ടിട്ടുണ്ട്. ഇത് ഒരു മാറ്റ് ഫിനിഷുള്ള ഫ്രെയിമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ ബാക്ക് ഗ്ലാസ് ആണ്. ഒക്കെ കൂടെ പിടിക്കുമ്പോൾ ഒരു പ്രീമിയം ഫിനിഷിന്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ചെറിയ കൈയാണ്, എനിക്ക് 1 ഹാൻഡ് യൂസിന് അത്യാവശ്യം വെയിറ്റ് കുറവാണ്. പിന്നെ അപ്പുറത്ത് വരെ എത്തുന്നുണ്ട്, ഇങ്ങനെ ഹാൻഡിയാണ് സാധനം. പിന്നെ ഇതിൻ്റെ ഫ്ലാഷിന് വേറൊരു പ്രത്യേകം കാണിച്ചാൽ കേട്ടോ. ഈ ഫ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ഇല്ല മൊബൈലിൽ ലൈറ്റ് എന്ന് വെച്ചാൽ നോക്കിക്കോളെ. ഫ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും ബോർഡറിലും കൂടെ ലൈറ്റ് കത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്ലാഷ് ഉള്ളത്. ഇത് വാങ്ങി ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്ത സമയത്ത് ഇതിൽ നത്തിങ് OS 3 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഓൺ പേപ്പർ ഇതിൽ 3.1 ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി കുറേ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന എന്തോ ഒരു അപ്ഡേറ്റിൽ വരുന്ന കാര്യമാണ് ഈ മുന്നേ എഴുതി വെച്ചതെന്ന് വിചാരിച്ചു. പക്ഷേ വിത്തിൻ 24 hours ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് 3.1 ആയി. അതിൻ്റെ കൂടെ തന്നെ ഇതിലുള്ള ഒരു എക്സ്ട്രാ കീ, ഈ എസെൻഷ്യൽ കീ പ്രോപ്പർ ഫംഗ്ഷനിങ് ആയത് ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഞാൻ എനിക്ക് നോക്കലുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബാക്കിയൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, ഇതിനാ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നപ്പോഴേക്കും സമസ്തയായി. ഇനി നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അഗ്രികൾച്ചർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എപ്പോഴും പുറത്ത് ഫീൽഡിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കേണ്ട വരലുണ്ട്. അപ്പോൾ എപ്പോഴും എന്താ സംഭവിക്കില്ലെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കും, പക്ഷേ എന്താ സ്ക്രീനിൽ കാണുന്നത് ഒന്നും മനസ്സിലാവില്ല. പിന്നെ റൂമിലോ വീട്ടിലോ എത്തി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതായിരുന്നു ഫോട്ടോയിൽ വന്നത്, ഡിസ്പ്ലേ അത്രയും ഡിം ആയിരുന്നു. പക്ഷേ ഈ ഫോണിൽ 3000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. അതായത് ഞാൻ ഇത് വാങ്ങി പിന്നെ 2-3 പ്രാവശ്യം ഫീൽഡിൽ പോയിരുന്നു. ലിറ്ററലി സ്ക്രീനിൽ എല്ലാ സാധനവും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റുള്ള AMOLED സ്ക്രീനാണ് ഉള്ളത്. ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. ഇതുവരെ ഒരു പ്രാവശ്യം പോലും റെക്കഗ്നൈസ് ചെയ്യാതിരുന്നിട്ടില്ല. ഈവൻ കയ്യിൽ വെള്ളമാണെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിങ്കിൾ ആയി പോയി എന്തെങ്കിലും കൈ കഴുകി റിങ്കിൾ ആയി പോയിട്ടുണ്ടെങ്കിൽ, റിങ്കിൾഡ് സ്കിൻ ആണെങ്കിലും ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 വെള്ളം വെച്ചത് രണ്ടും നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആനിമേഷൻ കാണിച്ചാൽ ഇതിപ്പോൾ ലോക്ക് ബട്ടൺ ആണ്. ലോക്ക് ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എന്നെ ഒന്നും കൂടെ കാണിച്ചു തരാം. കേട്ടോ, സൂപ്പർ ഫാസ്റ്റ്. ഇതിൻ്റെ കസ്റ്റമൈസേഷൻ സീനായിട്ടോ. നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങാം. ബാക്കിൽ ഈ ലൈറ്റ്സ്, ഇപ്പം ഒരാൾ വിളിക്കുക, ഒരാൾ മെസ്സേജ് അയക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാതെ തന്നെ ലൈറ്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. പിന്നെ റിംഗ് ടോണിൻ്റെ ബീറ്റ്സിനനുസരിച്ച് നമുക്ക് പാട്ട് കസ്റ്റമൈസ് ചെയ്യാം. ആക്ച്വലി ഇതിലൊരു കമ്പോസർ എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് ലൈറ്റ് ഇപ്പോൾ കിട്ടണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ ഊബർ, സൊമാറ്റോ, ടൈമർ. പിന്നെ ലോക്ക് സ്ക്രീൻ, അത് കസ്റ്റമൈസബിൾ ആണ്. ലോക്ക് സ്ക്രീൻ നോക്കിക്കോളൂ. ഈ പറഞ്ഞ സംഭവം നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് പല സാധനങ്ങളിൽ പിടിപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വെതറും ഡേറ്റും പിന്നെ ടൈമുമാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് വെക്കാം. പിന്നെ താഴെ ഈ 2 സംഭവങ്ങൾ, ഇതിപ്പോൾ ഫോട്ടോയും വീഡിയോ ആണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോറി ഫോർ ദി ഇൻട്രപ്ഷൻ. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇനി ഇതിൻ്റെ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ കുറേ ഉണ്ട്. ഞാൻ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് വരുന്നേ. ഇപ്പോൾ കണ്ടുപിടിച്ച് 2-3 മെയിൻ സാധനങ്ങൾ കാണിച്ചു തരാം. ഇപ്പം വാൾപേപ്പറിന് ഐഡിയ എടുക്കുകയാണെങ്കിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കിട്ടും. അതിൽ വാൾപേപ്പേഴ്സ് കുറേ പ്രീസെറ്റ് ആയിട്ട് നത്തിക്കിൻ്റെതായ 2-3 സീരീസ് സാധനം ഉണ്ടല്ലോ. അതുകൂടാതെ നമുക്ക് ഇതിൽ വാൾപേപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ പോയിട്ട് നമുക്ക് AI വെച്ചിട്ട് വാൾപേപ്പർ ജനറേറ്റ് ചെയ്യും. അതായത് ഇതാ നമുക്ക് പല കോമ്പിനേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഈ കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. താഴ്മേലെ അതുപോലെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. ഈ 2 സാധനം, അതായത് ഇങ്കും ഫ്ലോറ ഈ 2 കോമ്പിനേഷൻ വെച്ച് എനിക്ക് വാൾപേപ്പർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഈ കോമ്പിനേഷൻ ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ക്രിയേറ്റ് ഞാൻ അറിയാതെ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ആനിമേഷൻ വരും. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇങ്കും ഫ്ലോറയും ഈ 2 സംഭവമാണ് നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തത്. അങ്ങനെ വാൾപേപ്പർ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുമല്ല, എനിക്ക് കോമ്പിനേഷൻ മാറ്റണം. ഫോർ എക്സാമ്പിൾ സ്കൈയും ഫോട്ടോഗ്രാഫ് ക്രിയേറ്റ്. സ്കൈൻ്റെ ഫോട്ടോഗ്രാഫ് വരും. അല്ല വേറെ വേണമെങ്കിൽ അഗൈൻ ഇതിൽ ജനറേറ്റ്. ഇനി കസ്റ്റമൈസേഷനിൽ ഇതാ ഫോൾഡർ കസ്റ്റമൈസ് ചെയ്യാനുള്ള പരിപാടി പറഞ്ഞാൽ ഫോൾഡർ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് കസ്റ്റമൈസേഷൻസ് അവൈലബിൾ. അതായത് നമുക്ക് സർക്കിൾ ഷേപ്പിൽ എല്ലാ ആപ്സും അറേഞ്ച് ചെയ്യാം, ഗ്രിഡ്സ് ആയിട്ട് ആക്കാം. പിന്നെ സാധാ ഡിഫോൾട്ട്. പിന്നെ ഇതിനൊക്കെ ഒരു കവർ പേജ് പഠിപ്പിക്കണമെങ്കിൽ അതും ചെയ്യാം. അതായത് ഇങ്ങനത്തെ നത്തിങ്ങിൻ്റെതായ ഒരു കുത്തുള്ള ഗ്രാഫിക്സ് ഇല്ലേ, അത് വെച്ച് ചെയ്യാം. അല്ല ഇമോജീസ് പഠിപ്പിക്കണമെങ്കിൽ കുറേ ഇമോജീസ് അവൈലബിൾ ആണ്, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാം. അപ്പം ഇത് ഒരു ഐക്കണായിട്ട് അവിടെ കിടക്കും. പിന്നെ സ്വന്തം ഫോട്ടോ വാൾപേപ്പർ അല്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ അതിനൊരു ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ബാറ്ററിനെ കുറിച്ച് പറയാം. ഇതിൽ 5000 mAh ബാറ്ററിയാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു വെയിറ്റ് ഇത് അറിയാനില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാറ്ററി എത്ര കാലം നിൽക്കും. ഞാനിപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് ഫീൽഡിൽ പോയി ഫോട്ടോ വീഡിയോ എടുത്ത് വരികയാണെങ്കിലും
ഫുൾ ഡേ ഇന്റൻസീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൺഡേ ഇത് ലാസ്റ്റ് ചെയ്യാറുണ്ട്. അല്ല വീട്ടിൽ തന്നെ ഇരുന്ന് സ്ക്രോളിങ്ങും അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിയാണെങ്കിൽ 1.5 ഡേ ഓടാറ്. ക്യാമറയെ കുറിച്ച് മുന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഞാൻ പുറത്ത് അധികം ഇറങ്ങിയ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ തിരി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തു. ഇനി റയർ ക്യാമറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50-58 മെഗാ പിക്സലിൽ ആണ് വരുന്നത്, സോണിയുടെ ക്യാമറയാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്യാമറ അല്ല, ഇതിന്റെ സോഫ്റ്റ്വെയറിലുള്ള ഒരു പ്രശ്നം പറഞ്ഞുതരാം. ഞാൻ മുന്നേ സാംസങ് ആണ് ഉപയോഗിച്ചത്, വേറെ പല ഫോണിനും ഇതിന്റെ പ്രശ്നമുണ്ട്, പക്ഷേ എനിക്കിപ്പോഴാണ് വരുന്നത്, കാരണം ഞാൻ ഇപ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്ക് ക്യാമറയിലാണ് വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന അതേ സമയത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറയിലോട്ട് മാറാൻ പറ്റില്ല. ജസ്റ്റ് പോസ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, ഈ 2 ഓപ്ഷൻസേ അതിലുള്ളൂ. ബാക്ക് ക്യാമറയിലോട്ട് മാറാനുള്ള ഓപ്ഷൻസ് ഇല്ല. 3.1 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒരു പുതിയ വിജറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അങ്ങനെ പ്രീസെറ്റ് ചെയ്യുന്നതെന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് താഴെ ഒരു സംഭവം ഉണ്ട്, കണ്ടോ M1, അത് ഞാൻ തന്നെ പ്രീസെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്, സെറ്റിംഗ്സ് ആണ്. അല്ല പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഏതാണോ സെറ്റിംഗ്സ് ക്യാമറേൻ്റെ അത് നമുക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും വിജറ്റ് ആക്കിയിട്ട് ഹോം സ്ക്രീനിൽ വെക്കാൻ പറ്റും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒറിജിനൽ, അതായത് ഒന്നുമില്ല. സെക്കൻഡ് വൺ സോഫ്റ്റ് ഫോക്കസ് ആണ് സംഭവം, പോർട്രേറ്റ് മോഡ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, പിന്നെ അൾട്രാ വൈഡ്, പിന്നെ ഇത് നത്തിങ്ങിൻ്റെ ഒരു തരം ഫോട്ടോ ഇല്ലേ, വരെ ഉള്ള ആ സംഭവം. പിന്നെ നമുക്ക് പ്രീസെറ്റ് ആയിട്ട് ഇതാ ഇവിടെ പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓൺ. അതായത് കവർ ഫോട്ടോ പിടിപ്പിക്കാം, പിന്നെ പ്രീസെറ്റ് നെയിം, ഡിസ്ക്രിപ്ഷൻ, പിന്നെ ലെൻസ് ഏതാ വേണ്ടത്, ഫ്രണ്ട് ആണോ ബാക്കിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ എത്ര ഫോക്കൽ ലെങ്ത് ആണ് വേണ്ടത്, പിന്നെ എക്സ്പോഷർ എത്ര വേണം, ഫിൽറ്റർ ഏത് വേണോ, പിന്നെ പല ഓപ്ഷൻസ് ഇങ്ങനെ ആണ് ഉള്ളത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വെച്ചേക്കും, പിന്നെ ഓഫ് ആക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വെച്ചേക്കും. അത് ഇതിൻ്റെതായ ഒരു 4K 30 FPS എടുക്കാം, അല്ലെങ്കിൽ 1080p 30 FPS എടുക്കാം. ഈ 2 സംഭവം റയർ ക്യാമറയിലോട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ ഇതേപോലത്തെ കുറേ സംഭവങ്ങൾ, ഓട്ടോ ടോണ്, പിന്നെ പല സാധനം. ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. നമ്മൾ ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് അത് ഗൂഗിൾ ഫോട്ടോസിലോട്ടോ പോവുക. എന്നിട്ട് ഗൂഗിളിലെ നോർമൽ എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും, അല്ലാണ്ട് നത്തിങ്ങിൻ്റെ സ്വന്തം എഡിറ്റിംഗ് ആപ്പ് അല്ല. ഇതെങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടു അത്രയാണ്. ഇനി ഇതിൽ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻസ് സാധനമാണ് AI പവേർഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് ഡ്രോയർ. എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ നമ്മൾ ആപ്പ് ഡ്രോയർ എങ്ങനെയാണുള്ളത് അതുപോലെ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് AI വെച്ച് സോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിപ്പോൾ ബീറ്റ വേർഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ മേലെയുള്ള 3 കുത്ത് ഞെക്കി കഴിഞ്ഞാൽ ബീറ്റ വേർഷനിൽ നമുക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് AI വെച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഏതാണ് ആപ്പ് എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്തിട്ട് വരും. അതായത് സോഷ്യൽ, മൾട്ടിമീഡിയ ടൂൾസ്, യൂട്ടിലിറ്റി, ഷോപ്പിംഗ്, പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെയൊക്കെ ഓരോന്നായിട്ട് അത് സോർട്ട് ചെയ്തിട്ട് കിട്ടും. അടുത്ത AI പവേർഡ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിലത്തെ മെയിൻ ഒബ്ജക്റ്റിനെ നമുക്ക് ഇങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്ത് അത് മാത്രം ഇങ്ങനെ കട്ട് ഔട്ട് ആയിട്ട് കിട്ടും. നമുക്ക് സേവ്, കോപ്പി, ഷെയർ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തതെന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ഫോട്ടോസിന്റെ മാജിക് എഡിറ്റർ ഉണ്ട്. അതിലുണ്ട് നമ്മൾ ഏത് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഗൂഗിൾ ഫോട്ടോസിലോട്ടേക്കാണ് പോവുക. ഇത് ഫോട്ടോ ഉണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു ഐക്കൺ ഉണ്ടാവും. അത് ഞെക്കി കഴിഞ്ഞാൽ ആദ്യം ഇതിലൊരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, പ്ലീസ് ബാക്കപ്പ് ദിസ് ഫോട്ടോ ടു യൂസ് മാജിക് എഡിറ്റർ. അതായത് നമ്മൾ ഉദ്ദേശിച്ച സംഭവം അല്ല വന്നെങ്കിൽ ഒറിജിനൽ ഫോട്ടോസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി. അപ്പോൾ ബാക്കപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രസ് ബാർ കാണിക്കും. വേഗം കഴിഞ്ഞു. ഇങ്ങനെ ആക്കിയാൽ ആ സാധനം കിട്ടി. അത് മാത്രമായിട്ട് കിട്ടി. ടാപ്പ് ആൻഡ് ഹോൾഡ് ദ സെലക്ടഡ് ഏരിയ ടു മൂവ് ഓർ റീസൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമ്മളിത് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നമുക്കിത് ഇപ്പോൾ ഇവിടെ അല്ല വേണ്ട, ഇപ്പുറത്താണ് പിടിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് പിടിപ്പിച്ചാൽ ആയി. ഇനി നമ്മൾ ഈ ആരോ മാർക്ക് ഞെക്കുക, അപ്പോൾ അതെന്നെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ടേക്ക് അതിനെ നീക്കും. എന്നിട്ട് ആ ഓട്ടയായ സ്ഥലത്ത് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ പിടിപ്പിക്കും. അത് എത്രമാത്രം അക്യുറേറ്റ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ലുക്ക്, ലിറ്ററലി അതിനെ പിടിച്ച് നീക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതല്ല, വേറെ ഓപ്ഷൻസ് വേണമെങ്കിൽ ഓപ്ഷൻസ് ഇനി ഉണ്ട് കേട്ടോ. 2-3 ടൈപ്പ് ഓഫ് തെങ്ങ് അവിടെ പിടിപ്പിച്ചത് കണ്ടോ. ഇത് വേറെ തെങ്ങ്, ഇത് ഈ ട്രെയിനിൻ്റെ ബാക്കി ഇങ്ങോട്ട് പിടിപ്പിച്ചു, ഇത് ഇവിടെ വേറെ തെങ്ങ് പിടിപ്പിച്ചു. അങ്ങനെ ഒരു വാവ്. ഇനി ഇതൊന്നും അല്ല വേണ്ട, വേറെ വേണമെങ്കിൽ വേറെ നമുക്ക് ജനറേറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഗെറ്റ് ന്യൂ സെറ്റ് ഓഫ് റിസൾട്ട്സ് എന്നിക്കാം. പിന്നെ സർക്കിൾ ടു സെർച്ച് ഉണ്ട് കേട്ടോ. അതായത് ഹോം ബട്ടൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ സർക്കിൾ ടു സെർച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ക്ലൗഡ് കാണിക്കായിരിക്കും അല്ലേ, ക്യുമുലോ നിംബസ് എന്നൊക്കെ ഇത് കാണിക്കും. നോ അത് വാൾപേപ്പർ ആണെന്ന് തിരിച്ചറിഞ്ഞു ഗൈസ്. പിന്നെ താഴെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനായി വരും. പറഞ്ഞിരുന്നതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് സീനാണ്. എനിക്ക് വൺ ഓഫ് ദി ഇഷ്ടപ്പെട്ട സംഭവം ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. അത് വേറെ ഒരു വൈബ്. നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് നിൽക്കാൻ തോന്നും. പിന്നെ ഇതിൻ്റെ ഗ്ലിഫ് ഓപ്ഷൻ നമുക്ക് ബാറ്ററി സേവിങ്ങോ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഈ സംഭവം സ്ലൈഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ ഇത് ഓഫായി. ഇനി നോട്ടിഫിക്കേഷനോ ഒരു സാധനവും ബാക്കിലത്തെ ഈ ലൈറ്റ് ഓൺ ആവില്ല. നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കി വെക്കാം. ഇനി എസെൻഷ്യൽ കീനെ കുറിച്ച് പറയാം. നത്തിങ് 3A സീരീസിൽ വരുന്ന ഒരു സംഭവമാണ് എസെൻഷ്യൽ കീ. അത് ഈ പവർ ബട്ടൻ്റെ അടിയിലായിട്ട് ഒരു റൗണ്ടഡ് ഷേപ്പിലാണ് ഈ സംഭവം ഉള്ളത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിങ്ങനെ വെറുതെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കും. പിന്നെ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. അതായത് നമുക്കിപ്പോൾ ഈ സ്ക്രീൻ കണ്ടിട്ട് എന്താണോ എൻ്റെ മനസ്സിൽ വന്നത് അത് റിമൈൻഡർ ആവാം, എന്ത് വേണേവാം, അത് റെക്കോർഡ് ആവും. എന്നിട്ട് അത് അതിൻ്റേതായ ആപ്പിലോട്ടേക്ക് പോകും. ആ പോയ സാധനം എവിടെ നിന്ന് കിട്ടണമെന്ന് വെച്ചാൽ ഈ ബട്ടൺ തന്നെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. എസെൻഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ്
നത്തിങ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതിലോട്ട് പോകും. ഞാൻ ഇതിന് മുന്നേ സേവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇപ്പോൾ എൻ്റെ കോഴ്സ് വർക്കിൻ്റെ ഭാഗമായിട്ട് കുറേ ഫാമേഴ്സിനെ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് അവരുടെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്ത് എപ്പോഴാണ് പോകേണ്ടത്, അവരുടെ വീട്ടിൽ നിന്ന് റൂട്ട് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇത് വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 5 ആൾക്കാരെ കാണാണ്ടെന്ന് വെച്ചോ, അതിൽ ഓരോരുത്തർ വീടും അവരുടെ അഡ്രസ്സും അവർ എത്ര മണിക്ക് കാണേണ്ടതെന്നൊക്കെ ഓർത്ത് വെക്കുന്നതിന് പകരം ഇത് ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഇതാ ടെക്സ്റ്റ് ഫോമിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചു. ഓഡിയോയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും റിമൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ സംഭവം കണ്ടുപിടിച്ച് ഒരു റിമൈൻഡർ സെറ്റ് ചെയ്ത് പോകും. പിന്നെ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒന്നും കൂടെ കേൾക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പ്ലേ ഓഡിയോ ഞെക്കി കഴിഞ്ഞാൽ പറഞ്ഞ സാധനം വരും. ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും ചോദിച്ചിരുന്നു ഇതിൽ ഹൈ എൻഡ് ഗെയിമൊക്കെ കളിച്ചാൽ ശരിയാവുമെന്ന്. ഗൈസ്, ഇതിൽ സ്നാപ്ഡ്രാഗൺ 7S ആണുള്ളത്. അപ്പോൾ അതിൻ്റെതായ പരിമിതികളിൽ ഇത് ഓടുന്നുണ്ട്. നോർമൽ യൂസേജ് ആണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫുൾ അകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. 4K വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഒരു പ്രശ്നമില്ല. സ്മൂത്ത് ആയിട്ട് റെൻഡർ ആവുന്നുണ്ട്, എക്സ്പോർട്ട് ആവുന്നുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഗെയിം കളിക്കുകയാണെങ്കിൽ ഇതിൽ വേപ്പർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ ഇതിന് അധികം ചൂടൊന്നാവില്ല. പിന്നെ ഞാൻ ഒരു അരമണിക്കൂറൊക്കെ വീഡിയോ എടുത്തപ്പോഴാണ് ഇത് ഒന്ന് ചൂടായി വന്നത്. പിന്നെ ചാർജിന് വെച്ചിട്ട് കുറേ നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്. അല്ലാതെ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ഈവൻ ചുട്ടുപൊള്ളുന്ന ഉച്ചക്ക് ഞാൻ ഇത് കൊണ്ട് വെയിലത്തുനിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുക്കുന്ന ചൂട് പോയി ഇതിനെ എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും പോയി കണ്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും കമന്റ് ഇട്ടേക്ക്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സോറി